കെ സിയുടെ ഔദ്യോഗിക വസതിക്കകത്ത് ഇപ്പോൾ ആരൊക്കെ ഉണ്ട്? വൈകുന്നേരം 5:30 മണിക്കെങ്ങാണ്ടോ ഈ രണ്ട് നേതാക്കളും കെ സുധാകരനും വി ഡി സതീശനും തിരിച്ചു പോരേണ്ട ഫ്ലൈറ്റാണെന്ന് നേരത്തെ അരവിന്ദ് തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഒരു ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും ഉണ്ടാകില്ല, പ്രസ് റിലീസ് നൽകുകയായിരിക്കും. എങ്കിൽ കൂടിയും ആ ഒരു ലിസ്റ്റ് എപ്പോൾ മാധ്യമപ്രവർത്തകരുടെ കയ്യിലേക്ക് കിട്ടും? സൈഫുദ്ദീൻ, 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ പട്ടിക പുറത്തു വരുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പാണ് കെ.സി. വേണുഗോപാലിന്റെ വസതിയിൽ നിന്ന് കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തല ഇപ്പോൾ തിരിച്ചത്. അദ്ദേഹം മുംബൈയിലേക്കാണ് പോകുന്നത്. പ്രധാനമായും മറ്റ് കോൺഗ്രസ് നേതാക്കൾ KPCC അധ്യക്ഷൻ കെ സുധാകരനും അതുപോലെ തന്നെ വി ഡി സതീശനും ഉടൻ തന്നെ കൊച്ചിയിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാകുന്നത്. വൈകിട്ട് 5:40 വിമാനത്തിലാണ് സുധാകരൻ കൊച്ചിയിലേക്ക് തിരിക്കുക. വി ഡി സതീശൻ 7:45 കൊച്ചിയിലേക്ക് എത്തും. എന്തായാലും ഒരു 5:30 മുമ്പ് തന്നെ ആദ്യ പട്ടിക കോൺഗ്രസ് പ്രഖ്യാപിക്കുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നു. അല്പസമയം മുമ്പ് രമേശ് ചെന്നിത്തല അടക്കം വ്യക്തമാക്കിയത് യാതൊരുവിധ ആശയക്കുഴപ്പങ്ങളും തങ്ങൾക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നലത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. 20 സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളാണ്. തീർച്ചയായിട്ടും എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് വിജയം സ്വന്തമാക്കുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും 1 മണിക്കൂറിൽ ഇനി ഔദ്യോഗിക പ്രഖ്യാപനത്തിന്റെ ഒരു താമസം മാത്രമാണുള്ളത്. എന്തായാലും എല്ലാ സ്ഥാനാർത്ഥികളും നേരത്തെ തന്നെ ഇന്നലെ തീരുമാനിച്ച സ്ഥാനാർത്ഥികൾ തന്നെ കോൺഗ്രസ് പട്ടികയിൽ ഉൾപ്പെടുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. പ്രധാനമായും ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാൽ തന്നെ എത്തുമെന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായുള്ളത്. ഇതുകൂടാതെ തന്നെ കണ്ണൂരിൽ കെ സുധാകരൻ തുടരും. ഇതുപോലെ വടകരയിൽ ഷാഫി പറമ്പിൽ, തൃശ്ശൂരിൽ മുരളീധരൻ തന്നെ സ്ഥാനാർത്ഥിയായി എത്തുമെന്നുള്ള കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു. പത്മജയ്ക്ക് തിരിച്ചടി നൽകാൻ മുരളീധരൻ തൃശ്ശൂരിലേക്ക് എത്തണമെന്ന ഉറച്ച നിലപാടിൽ കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള തീരുമാനങ്ങൾ അല്പസമയത്തിനകം തന്നെ കോൺഗ്രസിന്റെ ആദ്യഘട്ട പട്ടിക പുറത്തിറങ്ങും. സൈഫുദ്ദീൻ.